എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. 14 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ മത നേതൃത്വം യേശുക്രിസ്തുവിനെ പിടികൂടി പീലാത്തോസിന് ഏൽപ്പിച്ചുവെന്നും തനിക്കെതിരെ ഉന്നയിച്ച സകല ആരോപണങ്ങൾക്കും എതിരെ കർത്താവ് മൗനമായിരുന്നു, എന്നാൽ താൻ രാജാവാകുന്നു എന്ന് വ്യക്തമാക്കി എന്നും നാം വായിച്ചു. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ 30 വെള്ളിക്കാശ് തിരികെ നൽകി ആത്മഹത്യ ചെയ്തുവെന്നും ആ കാശ് ഉപയോഗിച്ച് രക്തനിലം എന്ന കല്ലറ വാങ്ങപ്പെട്ടതും അതിലൂടെ പഴയ നിയമ പ്രവചനത്തിന്റെ നിവൃത്തിയായി എന്നും നാം വായിച്ചു. 15 വാക്യത്തിൽ എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഓരോ യഹൂദ പെരുന്നാളിലും, അതായത് പെന്തക്കോസ്ത് പെരുന്നാളിലും കൂടാര പെരുന്നാളിലും പെസഹ പെരുന്നാളിലും ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തടവുകാരനെ ഗവർണർ വിട്ടയക്കുന്നത് പതിവായിരുന്നു. അത്തരമൊരു ആചാരം യഹൂദ ജനങ്ങളുടെ പ്രീതി നേടുന്നതിനായി റോമൻ ഗവർണർ അവതരിപ്പിച്ചതാണ് എന്ന് ചരിത്രരേഖകളിൽ പറയുന്നതായി കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 39 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ പെസഹ സമയത്ത് തടവുകാരനെ വിട്ടുതരുന്ന പതിവിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് വ്യക്തമാണ്. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് ബറാബാസ് എന്ന് ശ്രുതിപ്പെട്ടൊരു തടവുകാരനുണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. പിതാവിന്റെ മകൻ എന്ന് അരാമിക് ഭാഷയിൽ അർത്ഥമുള്ള ബറാബാസ് എന്ന് പേരുള്ള വ്യക്തി കള്ളനും കൊള്ളക്കാരനും മറ്റുള്ളവരുമായി ചേർന്ന് കലാപമുണ്ടാക്കിയതിനായി രാജ്യദ്രോഹ കുറ്റം ചുമത്തി മരണശിക്ഷ പ്രതീക്ഷിച്ച് പീലാത്തോസിന്റെ അധികാരത്തിന് കീഴിലുള്ള ജയിലിൽ തടവിലായിരുന്നവനുമായിരുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അഥവാ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു തടവുകാരനെ മോചിപ്പിക്കേണ്ടതിന് ആളുകൾ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ഞാൻ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ബറാബാസിനെയോ അതോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ എന്ന് ചോദിച്ചു. യഹൂദ മത നേതൃത്വത്തിന് യേശുവിനോട് ജനപ്രതിയെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ ഉള്ള അസൂയ കൊണ്ടാണ് കുറ്റം ആരോപിച്ച് ശിക്ഷ വിധിക്കാൻ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസിന് വ്യക്തമായിരുന്നു എന്ന് നാം കാണുന്നു. 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബറാബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറാബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുകെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. പീലാത്തോസ് തന്റെ വിധിപീഠത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവനോടൊരു സന്ദേശം അയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇന്നലെ തന്നെ ഞാൻ അവനെക്കുറിച്ച് സ്വപ്നത്തിൽ അനേകം കഷ്ടങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നതായി കാണുന്നു. ഇത് നീതിമാനെ കുറ്റം വിധിക്കരുത് എന്ന ദൈവഹിതത്തിന്റെ ഒരു ദർശനമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ ഭാര്യ സാറയെ അപഹരിച്ച അബീമേലെക്കിനോട് ദൈവം സ്വപ്നത്തിൽ ദർശനം നൽകി സാറയെ തൊടരുതെന്നും വിട്ടയക്കണമെന്നും കൽപ്പിച്ചതിന് സമാനമാണ് ഇത് എന്ന് വ്യക്തമാണ്. എന്നാൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനത്തെ പ്രേരിപ്പിച്ച് ദുഷ്ടനായിരുന്ന ബറാബാസിനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും യേശുക്രിസ്തുവിനെ ക്രൂശിക്കണമെന്ന് വിളിച്ചു പറയിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞതിന് തികച്ചും സമാനമാണ് എന്നത് വ്യക്തമാണ്. ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് പീലാത്തോസ് ബറാബാസിനെ വിട്ടയച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പീലാത്തോസ് തന്റെ അനീതിയുള്ള ന്യായവിധി പുറപ്പെടുവിച്ചു എന്ന് നാം ഇവിടെ കാണുന്നു. പീലാത്തോസ് തന്റെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് ആവർത്തന പുസ്തകം 21 അധ്യായം 6 വാക്യത്തിൽ കൊലപാതകം നടന്നതിൽ ഒരുവൻ നിരപരാധിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന യഹൂദ ആചാരത്തിന്റെ ദുരുപയോഗമാണ് പീലാത്തോസ് ഇവിടെ ചെയ്തത് എന്ന് വ്യക്തമാണ്. എന്നാൽ യഹൂദ ജനക്കൂട്ടം ഇതും അവഗണിച്ച് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു എന്ന് നാം കാണുന്നു. യഹൂദ ജനം തങ്ങളുടെ ദൈവവും മിശിഹായുമായവനെ തിരിച്ചറിയാതെ ആ രക്തം അഥവാ ആ കൊലപാതകം തങ്ങളുടെയും പുത്രന്മാരുടെയും മേൽ വരണമെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു എന്ന് നാം വായിക്കുന്നു. യേശയ്യാ പ്രവചനം
53 അധ്യായം 4 വാക്യത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്ന് വായിക്കുന്നത് പോലെ ദൈവത്താലാണ് യേശുക്രിസ്തുവിന് ശിക്ഷ വരുന്നതെന്നും അതിനാൽ അത് അനുഗ്രഹമായി മാറും എന്നാണ് യഹൂദജനം കരുതിയത്. എന്നാൽ ഏറ്റവും ആരാധ്യനായ പരിശുദ്ധനായ ദൈവപുത്രനെ അന്യായമായി ക്രൂശിക്കുന്നത് അവരുടെ തലമുറകൾക്ക് ബാധിക്കുന്ന ഒരു ദുരന്തമായി മാറി എന്നും വ്യക്തമാണ്. ക്രിസ്തുവിന്റെ രക്തം അവരുടെ മേൽ വരണമെന്ന ഈ ഭയാനകമായ ആഗ്രഹം അവരുടെ ദയനീയവും നിന്ദ്യവുമായ അവസ്ഥ വ്യക്തമാക്കുന്നു. ദുഷ്ടനും ക്രൂരനുമായിരുന്ന ബറാബാസിനെ വിട്ടയച്ച് പകരം നിരപരാധിയും പരിശുദ്ധനുമായിരുന്ന യേശുക്രിസ്തുവിനെ ശിക്ഷിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുവാൻ ഏൽപ്പിക്കുകയും ചെയ്തത് തന്നിൽ വിശ്വസിക്കുന്ന പാപികൾക്ക് പകരക്കാരനായി ശിക്ഷ അനുഭവിച്ച ക്രിസ്തുവിന്റെ പ്രതിപകര പാപപരിഹാര ബലിയെ പ്രതിനിധീകരിക്കുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ജനങ്ങളുടെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെ പഴയ നിയമ പ്രവചനങ്ങൾ നിവൃത്തിയാവുകയും ക്രിസ്തു തന്റെ ജനങ്ങൾക്കായി പാപപരിഹാരം വരുത്തേണ്ടതിന് ജീവൻ സമർപ്പിക്കേണ്ടതിന് പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.